തളിപ്പറമ്പിൽ എം.വി. ഗോവിന്ദൻ്റെ ഭാര്യ പി.കെ. ശ്യാമള LDF സ്ഥാനാർത്ഥിയാകുമെന്ന് കേൾക്കുന്നു. ഭർത്താവ് മാറുമ്പോൾ ഭാര്യ. വിജയരാഘവൻ കേരളം മുതൽ കേരളം വരെ നീളുന്ന ദേശീയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ മെമ്പർ. ഭാര്യ ബിന്ദു ടീച്ചർ മന്ത്രി. നാളെ MLA ആകാൻ കച്ചമുറുക്കും. ബീഹാറിൽ ഒരുവനുണ്ടായിരുന്നു, ലാലു മാമൻ. ഇല്ലാത്ത കാലിത്തീറ്റയുടെ പേരിൽ വ്യാജ ബില്ലുണ്ടാക്കി ശതകോടികൾ വെട്ടിച്ചു സർക്കാർ ഫണ്ടിൽ. അകത്തു പോകുന്ന കണ്ടപ്പോൾ നിരക്ഷരയായ റാബ്രി ഭാര്യയെ മുഖ്യമന്ത്രിയാക്കി പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തി. ഇവരെയൊക്കെ പരിഹസിക്കും. പക്ഷെ കമ്മികൾ ഇവർ ചെയ്യുന്നതൊക്കെ അതിന് താത്വികമായ വിശകലനം വേറെ. പി.കെ. ശ്യാമള ആന്തൂർ നഗരസഭ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോഴാണ് സാജന് ജീവൻ നഷ്ടപ്പെട്ടത്. 19 വർഷം വിദേശത്തെ ചോര നീരാക്കിയ പണവും ബാങ്ക് ലോണും കൊണ്ടുവന്നൊരു സംരംഭം തുടങ്ങാൻ വന്നതാണ്. പക്ഷേ അനുമതി കൊടുക്കണ്ടേ? പീഡിപ്പിച്ച് അതിൻ്റെ പിന്നിൽ ലക്ഷ്യങ്ങൾ വേറെ ആയിരിക്കാം, പണമായിരിക്കാം. അവസാനം തൻ്റെ സമ്പാദ്യവും ബാങ്ക് ലോണും എങ്ങനെ തിരിച്ചടയ്ക്കും എന്ന് കരുതിയപ്പോൾ ആ മനുഷ്യനെ ആദിയില്ലാതായി. നിലയില്ലാ കയത്തിലേക്ക് അയാൾ അണ്ടുപോയി. അയാൾ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിച്ചു. നിർത്തിയോ അന്തങ്ങൾ. അവരുടെ ദോശാഭിമാനിയിലെ ആ ടോയ്ലറ്റ് പേപ്പറിൽ ആ കുടുംബത്തെക്കുറിച്ച് അപവാദം എഴുതി. നവീൻ ബാബു എന്ന് പറഞ്ഞ ഉന്നത നീതിബോധമുള്ള ഉദ്യോഗസ്ഥനെ മരണത്തിലേക്ക് നയിച്ച പാമ്പ് ഡാഗിനി ജാമ്യം കിട്ടിയ നേരം കൊച്ചുവെളുപ്പംകാലത്തെ ജയിലിന് മുന്നിൽ പോയി നിന്ന് സ്വീകരിച്ച് ഇന്നോവയിൽ വീട്ടിൽ കൊണ്ട് എത്തിച്ച ആളാണ് ഈ ആൾ. ഇവർക്കെന്ത് നീതിബോധം? തട്ടിപ്പും വെട്ടിപ്പും ക്രിമിനലും ഗുണ്ടായുസവും മാത്രം ഇതിൻ്റെ മുഖമുദ്രയായിരിക്കുന്നു. ഇവർ മത്സരിക്കുകയാണെന്ന് തോന്നുന്നു. ബംഗാളിൻ്റെയും ത്രിപുരയുടെയും വഴി ഈ പാർട്ടിക്കും. ഇതിൻ്റെ ഉദകക്രിയ നിർവഹിക്കാൻ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നവർ അത് നിർവഹിക്കുക തന്നെ ചെയ്യും. അവരെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല.